ഈ രാജഗോപുരവും ഇതിനടുത്തുള്ള ഈ മനോഹരമായ ശിവശില്പവും ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും പരിചിതമായിരിക്കും. എന്നാൽ സാക്ഷാൽ മഹാദേവന്റെ ആത്മലിംഗാംശമുള്ള ഒരു ക്ഷേത്രം കൂടി മുരുടേശ്വരത്തുണ്ട്. കർണാടകയിലെ മുരുടേശ്വര ക്ഷേത്രത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. പണ്ട് ത്രേതായുഗത്തില് ശിവന്റെ പരമഭക്തനായിട്ടുള്ള രാവണൻ ആത്മലിംഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതികഠിനമായിട്ടുള്ള തപസ് ചെയ്യാണ്. തപസ്സിനൊടുവിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് രാവണന് ആത്മലിംഗം സമ്മാനിക്കുന്നു. എന്നാൽ രാവണനോട് ഭഗവാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു: രാവണ, നീ ഈ ലിംഗം കൃത്യമായി ലങ്കയിൽ പ്രതിഷ്ഠിക്കുന്നത് വരെ നിലത്ത് വെക്കാൻ പാടില്ല. അങ്ങനെ ആ ആത്മലിംഗവുമായിട്ട് രാവണൻ ലങ്കയിലേക്ക് യാത്ര തിരിച്ചു. ഇതറിഞ്ഞ് നാരദമുനി ആത്മലിംഗം സ്വന്തമാക്കി കഴിഞ്ഞാൽ രാവണൻ കൂടുതൽ അഹങ്കാരിയായി തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗണപതിയുടെ സഹായത്തോടു കൂടി ആ ആത്മലിംഗം നിലത്ത് വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തു. അങ്ങനെ ഇരുവരും ചേർന്ന് രാവണന്റെ കയ്യിലുള്ള ആത്മലിംഗം ഗോകർണയ്ക്കടുത്ത് നിലത്ത് വെപ്പിക്കുകയാണ്. അവിടെ നിന്ന് രാവണൻ ഈ ലിംഗം കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്ന സമയത്ത് അതീവ കോപിഷ്ഠനായ രാവണൻ എന്ത് ചെയ്യാണ്? ആ ആത്മലിംഗം തകർക്കുകയാണ്. എന്നിട്ട് ആ ആത്മലിംഗത്തിന്റെ അംശങ്ങൾ ഓരോ സ്ഥലത്തേക്കും വലിച്ചെറിയുന്നു. അന്ന് ആത്മലിംഗത്തിൽ ആവരണം ചെയ്തിരുന്ന ആവരണം വലിച്ചെറിഞ്ഞ സ്ഥലമാണ് ഈ പറയുന്ന മുരുടേശ്വര ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. മൂകാംബിക ക്ഷേത്ര ദർശനത്തിൽ മുരുടേശ്വരം ഉൾപ്പെടുത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.